Okay, so we started with Shakuntala Devi, the world's fastest mental calculator in the Varya. Okay, at the end, she became a human computer. She was invited to Imperial. Sorry, join here. 1 second. വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ചിലപ്പോൾ കുറവുണ്ടായിരിക്കും. അപ്പൊ ദയവായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചുകൂടി കണക്ടിവിറ്റി ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് ജസ്റ്റ് മാറിയിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു ലൊക്കേഷൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസ് കൃത്യമായിട്ട് തന്നെ വരുന്നുണ്ടായിരിക്കും. അപ്പം സർ ഒരു ചെറിയ ഒരു ബ്രേക്കിൽ വന്നാണ്, ഇപ്പൊ തന്നെ സർ തിരിച്ച് ജോയിൻ ചെയ്യും. ഇതുവരെയുള്ള സമയത്തേക്ക് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള നോട്ട്ബുക്കും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൈക്ക് ഇപ്പൊ മ്യൂട്ട് ആയിരിക്കും, അൺമ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അൺമ്യൂട്ടിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് റെഡിയാക്കി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാനൊരു ബട്ടൺ അറിയാതെ മാറ്റി ഞെക്കിപ്പോയി, അപ്പൊ അവസാനം മീറ്റിംഗ് ലീവ് ആയിപ്പോയി. ഇപ്പൊ വീണ്ടും റീസൺ ഇതാണ് കേട്ടോ. ഓക്കെ, സോ വാട്ട് ഷി ഡിഡ്, ഈ ഒരു കോമ്പറ്റീഷനിൽ ഷി വാസ് കോൾഡ് ടു ഇംപീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ. അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. എന്താ ക്വസ്റ്റ്യൻ? 76863639 എന്നൊക്കെ പറഞ്ഞ വലിയൊരു നമ്പർ കൊടുത്തു മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഷി റിസോൾവ് ദിസ് ഇൻ 28 seconds and the answer was this. അന്ന് ഷി വാസ് ആക്ച്വലി ഡിക്ലെയർഡ് ആസ് ദി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഫോർ ദി ഫാസ്റ്റസ്റ്റ് മെന്റൽ കാൽക്കുലേറ്റർ. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ലേഡിയാണ് എന്ന് അദ്ദേഹത്തിന് പറയാണ് ചെയ്തത്. ആൻഡ് ഷീ ഈസ് ദി പ്രൈഡ് ഓഫ് ഇന്ത്യ. നമ്മളെ പോലെ ഓരോ ആളെയും പോലെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ലേഡിയാണ്. ആൻഡ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് ഫാക്ടർ, ഷി നെവർ വെന്റ് ടു സ്കൂൾ. പക്ഷെ അതെങ്ങനെയാ കണക്ക് ഇവർ പഠിച്ചത് സ്കൂളിൽ പോവാതെ? ഷീ ന്യൂ ഹൗ ടു ഡു കാൽക്കുലേഷൻ വിത്ത് ഹർ മൈൻഡ്. മനക്കണക്ക് എന്ന് നമ്മൾ പറയുന്ന ഈ സിസ്റ്റം, ഷീ ന്യൂ ഹൗ ടു വർക്ക് ദിസ്. ഓക്കെ, ലേറ്റർ അദ്ദേഹം ഒരുപാട് ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ശകുന്തള ദേവി, ശകുന്തള ആന്റി ഒരുപാട് ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. ഓക്കെ, മെന്റൽ മാത്തമാറ്റിക്സിനെ കുറിച്ചിട്ട്. അതിന് അദ്ദേഹം യൂസ് ചെയ്യുന്ന കുറെ ഫോർമുലാസ് വേദിക് മാത്തമാറ്റിക്സ് സിസ്റ്റത്തിന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, കമ്മിങ് ബാക്ക്, ഇതെങ്ങനെയാണ് ഇത് വന്നത്? ഭാരതി കൃഷ്ണ തീർത്ഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വാമിജിയാണ് ഇത് 1965 ഇതിനെക്കുറിച്ച് ആദ്യം ബുക്ക് ചെയ്തതിനു ശേഷം ഒരുപാട് രാജ്യങ്ങളിൽ, UK, US അടക്കം ഒരുപാട് രാജ്യങ്ങളിൽ ഇത് വേദിക് മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ട്. വൈ? ബിക്കോസ് ദിസ് ഇസ് 1700 times faster than normal maths. ഓക്കെ, ഇതിൻ്റെ അകത്ത് 16 ട്രിക്സാ പഠിക്കാനുള്ളത്. 16 ട്രിക്സ്, ഒരു 13 സബ് ട്രിക്സ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ യു ആർ മാസ്റ്റേഴ്സ്. തിയറി കഴിഞ്ഞു കേട്ടോ, തിയറി കഴിഞ്ഞു. ഇനി തിയറി ഒന്നുമില്ല, നമുക്ക് തിയറി വേണ്ട. നമ്മളിത് തിയറി പഠിക്കാനേ പോണില്ല, ഇഷ്ടമല്ലല്ലോ തിയറി. സോ വി ആർ ഡയറക്ട്ലി ഗെറ്റിംഗ് ഓൺ ടു ട്രിക്സ്. അപ്പം നിങ്ങളെ ബുക്കും പെന്നും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ബുക്കും പെന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഇതൊരു ട്രിക്കാണ്, ഡെമോ ആണ്. ഓക്കെ, ഒരു നോട്ട്ബുക്ക് ആണ് വേണ്ട. നോട്ട് ബുക്കും പെന്നും ആണ് ആവശ്യമുള്ളത്. നോട്ട്ബുക്ക് നിങ്ങൾക്ക് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ബുക്കാണ്. സോ നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടത് ഒരു ഫേവർ ആണ്. എനിക്ക് നിങ്ങൾ ഒരു നമ്പർ പറഞ്ഞു തരണം, എനി നമ്പർ ബിറ്റ്വീൻ 10 and 98. ബട്ട് ഫസ്റ്റ് കണ്ടീഷൻ ദ നമ്പർ മസ്റ്റ് ബി ഈവൺ. അതൊരു ഈവൺ നമ്പർ ആയിരിക്കണം. ഈവൺ നമ്പർ, ഓഡ് നമ്പർ അറിയാലോ അല്ലെ? 1, 3, 5, 7, 9 എന്ന് എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? അതെ, ഈ ഓഡ് നമ്പേഴ്സ് ആണ്. 2, 4, 6, 8, 0 ഇത് വരുന്നതൊക്കെ ഈവൺ നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സും ഈവൺ ആയിരിക്കണം. രണ്ട് നമ്പേഴ്സ് ഈവൺ. ഫോർ എക്സാമ്പിൾ 44 ഒരു ഈവൺ നമ്പർ ആണ്. അത് 22 ഈവൺ നമ്പർ ആണ്. 44 ഈവൺ നമ്പർ ആണ്. ഇപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നൊക്കെ ഈവൺ ആണ്. 12 ഒരു ഈവൺ നമ്പർ ആണ്, പക്ഷെ ഇതിന് ക്വാളിഫൈ ചെയ്യില്ല. കാരണം എന്താ? 12ന്റെ അകത്ത് 1 എന്നുള്ളത് ഒരു ഓഡ് നമ്പർ ആണ്. രണ്ട് നമ്പേഴ്സും എന്തായിരിക്കണം? രണ്ട് നമ്പേഴ്സും ഈവൺ ആയിരിക്കണം. ഓക്കെ, സോ ലെറ്റ് us start. Any number between 10 and 98, both the numbers must be even. 45 പറ്റില്ല, കാരണം 5 എന്താണ്? 5. ഓക്കെ, കറക്റ്റ്. 22 എടുത്തിട്ടുണ്ട് ഞാൻ, 42 എടുത്തിട്ടുണ്ട്, 24 എടുത്തിട്ടുണ്ട്. യു ക്യാൻ ഗിവ് മി ബിഗ് നമ്പേഴ്സ്. 28, 19, 8 വരെയുള്ള നമ്പേഴ്സ് എനിക്ക് പറഞ്ഞുതരാം. 46 എടുത്തു, താങ്ക് യു. 88 എടുത്തു. ഒരു നമ്പർ കൂടിയാണ് എടുക്കാം, ലാസ്റ്റ് നമ്പർ 62. താങ്ക് യു, മതി കേട്ടോ. ഞാൻ ഇതിന്റെ ആൻസർ പറയാൻ വേണ്ടി പോവാണ്, നിങ്ങൾ റെഡി ആണോ എന്ന് ചെക്ക് ചെയ്തോ. ഓക്കെ, 22 into 5 is 110. 42 into 5 is 210. 24 into 5 is 120. 28 into 5 is 140. 46 into 5 is 230. 88 into 5 is 440. 62 into 5 is 310. Okay, look, ഞാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്തല്ല. പലരും സൈഡിൽ കാൽക്കുലേറ്റർ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. കാണുന്നുണ്ടോ എൻ്റെ ബുക്ക്?
നിങ്ങൾ തന്ന നമ്പേഴ്സ് ഞാൻ അങ്ങനെ തന്നെ എഴുതി. എന്റെ നേരെ ഒരു സ്റ്റെപ്പ് പോലും എഴുതാതെ ഐ റോട്ട് എ നമ്പർ. ഇനി യു ക്യാൻ ഗിവ് മീ എനി ബിഗ് നമ്പർ. ഇറ്റ് ക്യാൻ ബി 2-digit നമ്പർ, 3-digit നമ്പർ, എത്രയായാലും കുഴപ്പമില്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഓൾ ദ ഡിജിറ്റ്സ് മസ്റ്റ് ബി ഈവൺ. എല്ലാ ഡിജിറ്റും ഈവൺ ആയിരിക്കണം. ഓക്കെ, ഗിവ് മീ എ നമ്പർ. 228. ഓക്കെ, 228 എന്ന് പറഞ്ഞിട്ടുണ്ട്. 680 എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. 444 എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, 24682. ആരോ എന്നോട് വളരെ സ്നേഹമുള്ള ഒരാളാണത്. സാർ അങ്ങനെ ഈസി ആക്കണ്ട. 6846 അത് മതി, ഇത് മതി. താങ്ക് യു സോ മച്ച്. ഞാൻ ആൻസർ പറയാൻ പോകട്ടോ. ഇപ്പൊ പറഞ്ഞതിന്റെ ആൻസർ പറയാൻ പോവാണ്. 228 into 5 is 1140. 680 into 5 is 3400. 444 into 5 is 2220. 24682 into 5 is 123410. And last number 6846 into 5 is 34230. കാൽക്കുലേറ്റർ അല്ല, നിങ്ങൾ ഈ പറഞ്ഞ നമ്പേഴ്സ് എന്നോട് എഴുതി വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? എല്ലാവരും കാണുന്നുണ്ടോ? ഓക്കെ, ഇതിനാണ് വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറയാം. വിത്തൗട്ട് എ സിംഗിൾ സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് പോലും ഇല്ലാതെ യു ക്യാൻ ഡു മെന്റൽ കാൽക്കുലേഷൻ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഹൗ ഇസ് ദിസ്? ഡു യു വാണ്ട് ടു ലേൺ ദിസ്? ഓക്കെ, താങ്ക് യു നിമിഷ. യെസ് സർ ഇട്ടിട്ട്. വെരി ഗുഡ്. നമുക്ക് പഠിക്കാല്ലേ എന്നാല് ഇതിനെ കുറിച്ചിട്ട്? ഓക്കെ, വിശാൽ പറയുന്നു സൂപ്പർ. താങ്ക് യു വിശാൽ, താങ്ക് യു ലിയ, താങ്ക് യു ഫാത്തിമ, താങ്ക് യു മഹാലക്ഷ്മി. അങ്ങനെയാണെങ്കിൽ ഒരു ട്രിക്ക് കൂടി ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഒരു ട്രിക്ക് കൂടി വന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം, എന്റെ ഡെമോ സ്റ്റോപ്പ് ചെയ്യാം. കാരണം 5 മാത്രം സാർ പഠിച്ചു വന്നതാണോ? അല്ല, there are lot of techniques. അതിൽ രണ്ട് ടെക്നിക്സ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ മുഫീദ, ഓക്കെ, യു ക്യാൻ ഗിവ് മീ എനി 2-digit നമ്പർ. എന്ത് 2-digit നമ്പർ തരാം, ഓഡ് ഈവൺ ഒന്നുമില്ല, ഏത് നമ്പറും ബിറ്റ്വീൻ 10 and 99. ഓക്കെ, അതിനോട് ഞാൻ 11 മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 22 വന്നിട്ടുണ്ട്. താങ്ക് യു അഷ്ന. 79 വന്നിട്ടുണ്ട്. ഓക്കെ, 68 വന്നിട്ടുണ്ട്. 56 വന്നിട്ടുണ്ട്. ഐ ക്യാൻ ടേക്ക് വൺ മോർ നമ്പർ, 99. മതി. 5 നമ്പർ ആയല്ലോ. ഞാൻ ആൻസർ പറയാൻ വേണ്ടി പോവാണേ. ഞാൻ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടോ. ഓക്കെ, ക്യാമറ വേണമെങ്കിൽ ആ കാൽക്കുലേഷന്റെ അങ്ങോട്ടേക്കും കൂടെ ഒന്ന് തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ ഹിയർ യു ആർ. ഇപ്പൊ നിങ്ങൾ തന്നതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കേട്ടോ അത്. ഓക്കെ, ആൻസർ ഞാൻ വായിക്കാൻ വേണ്ടി പോണു. 22 into 11 is 242. 79 into 11 is 869. 68 into 11 is 748. 56 into 11 is 616. And 99 into 11 is 1089. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ചെക്ക് ചെയ്യാം. ഇതേപോലെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. സോ ഞാൻ ടെക്നിക്സ് കാണിച്ച സമയം കളയുന്നില്ല, കാരണം ഇതൊരു ടെക്നിക്ക് മാത്രമല്ല, ഇറ്റ് ഈസ് എ നോളജ്, ഒരു അറിവാണ്. ആൻഡ് ഇതേപോലെ നിങ്ങൾ ആൻസർ പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. റെഡിയാണോ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആർ യു വിത്ത് മീ? ഓക്കെ, താങ്ക് യു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്നാല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ നോട്ട് ജസ്റ്റ് 2-digit, യു ഗിവ് മീ 10-digit നമ്പർ. അത് ഞാൻ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഐ ക്യാൻ ഡു ഇറ്റ് ഈസിലി. പക്ഷെ ഇത് ഞാൻ ചെയ്യുക എന്നുള്ളതല്ല, ഇന്നത്തെ സെഷൻ ഇത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഇവിടെ കൊച്ചു ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാ ഫ്രണ്ട്സും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. യു വിൽ ഡു ഇറ്റ്. സോ റെഡി ടു ലേൺ? പഠിക്കാൻ റെഡിയാണോ എല്ലാവരും? ഓക്കെ, ഇനി ആരും ചാറ്റിൽ ടൈപ്പ് ചെയ്യണ്ട കേട്ടോ. ഐ വാണ്ട് യു ടു ലിസൺ ടു ദ ക്ലാസ്. ഈ ട്രിക്ക് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാറ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുക, പെൻ എടുക്കുക, ബുക്ക് എടുക്കുക. ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 5. എങ്ങനെയാണ് സാർ ഈ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇത്ര സ്പീഡിൽ ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോവാണേ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എത്രയേ ഉള്ളായിരുന്നു എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഓക്കെ, ആ ട്രിക്ക് അറിയാലാണ് നമ്മളെ ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. 22 into 5. ഹൗ ഡു യു ഡു ദിസ്? എങ്ങനെയാണ് 22 into 5 നമ്മൾ ചെയ്യാം? പെന്നും ബുക്കും ഉണ്ടല്ലോ അല്ലെ? ഈസിയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 22ന്റെ പകുതി കാണും, ഹാഫ് ഓഫ് ദി നമ്പർ പ്ലസ് 0. പ്ലസ് 0 എന്ന് പറയുമ്പോൾ 0 നമ്മൾ അവസാനം ചേർക്കാണ് ചെയ്യുക. ഓക്കെ ജുരീത്, അറിയുന്നവർ മിണ്ടരുത് കേട്ടോ, അറിയുന്നവർ പറയാൻ പാടില്ല കേട്ടോ, ബാക്കിയുള്ളവർ പഠിക്കണ്ടേ. ഓക്കെ, എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്? 22 into 5 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 22ന്റെ പകുതി എടുക്കുക. 22ന്റെ പകുതി എത്രയാണ്? 2ന്റെ പകുതി 1, 2ന്റെ പകുതി 1. അപ്പം 22ന്റെ പകുതി 11 വന്നു. 11ന്റെ കൂടെ അവസാനം എന്ത് ചേർക്കുക? ഒരു 0 എഴുതി ചേർക്കുക. ഓക്കെ, ഈസിയാണോ?
ഓക്കെ ഓക്കെ, താങ്ക് യു. ഈസി ആണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഈസി ആണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ഓക്കെ ബത്തുൽ, നോക്കാം നമുക്ക് മോളെ. ഓക്കെ ഓക്കെ, എല്ലാവരും റെഡി ആയിരിക്കും കേട്ടോ. ആർഷ എല്ലാം റെഡി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വരെയാണ്. ഐ എം ഗോയിങ് ടു ഗിവ് യു ദ സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പർ ഇതാണ്, 86 into 5. മനസ്സിലായ ആൾക്കാർ അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്യാം കേട്ടോ ചാറ്റിൽ. കിട്ടിയ ആൾക്കാർക്ക് ചാറ്റിൽ ആൻസർ ടൈപ്പ് ചെയ്യാം. ഓ വെരി ഗുഡ്. അമൃത പറയുന്നു, ജുഡിത്ത് പറഞ്ഞു 430. വെരി ഗുഡ്. അഞ്ജന പറഞ്ഞു 430. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ പൊളിയാണ്, പൊളി. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എന്നോട് പറഞ്ഞത് സാറ് പൊളിയാണ്, അതേപോലെ നിങ്ങൾ പൊളിയാണ്. ഓക്കെ, എങ്ങനെ ചെയ്തെന്ന് പറയാൻ പോവാണേ. സാറ് ശ്രദ്ധിക്കണേ. ഇത് മനസ്സിലാവാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എങ്ങനെ ചെയ്തെന്നുള്ളത്. The technique is very simple. 86ന്റെ പകുതി നമ്മൾ എടുത്തു, 8ന്റെ 6 പകുതി 4, 6ന്റെ പകുതി 3. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 അവസാനം ചേർത്തു. അപ്പൊ എന്ത് സംഭവിച്ച ആൻസർ? ദ ആൻസർ ഇസ് 430. എങ്ങനെയുണ്ട് ടെക്നിക്ക്? ഇഷ്ടപ്പെട്ടോ? വണ്ടർഫുൾ. ഓക്കെ ഓക്കെ, ബ്യൂട്ടിഫുൾ. ഓക്കെ, നമുക്കൊന്ന് അടുത്ത് നോക്കാം കേട്ടോ. അടുത്ത ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യാമേ. അടുത്ത ടെക്നിക്ക് അല്ല, അടുത്ത നമ്പർ. ഇനി വലിയ നമ്പർ കിട്ടിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണേ. ഓക്കെ സജ്ജന, ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാലോ എന്നാലേ സജ്ജന. അടുത്തത് തരുന്നു ക്വസ്റ്റ്യൻ. റെഡി ആയിരുന്നോളെ? എനിക്ക് നോക്കാലോ ആരാണ് ആൻസർ പറയാൻ പോകുന്നത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 2846 into 5. 2846 into 5. നോക്കട്ടെ ആരാണ് ആൻസർ ചെയ്യുന്നത്. 2846 into 5. ഓ വെരി ഗുഡ്. ഷിലാനാണ് ഫസ്റ്റ് ടൈപ്പ് ചെയ്തു. 14230. വെരി ഗുഡ്. പ്രാർത്ഥന ടൈപ്പ് ചെയ്തു. നിമിഷ ടൈപ്പ് ചെയ്തു. അമയ ടൈപ്പ് ചെയ്തു. അമയ ഷിബു. വെരി ഗുഡ്. റോൺ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. റോൺ കോശി. വെരി ഗുഡ്. ഇത്രയും വലിയ നമ്പർ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? നിങ്ങളൊക്കെ ബുദ്ധിമാന്മാരാണല്ലോ അല്ലേ? നിങ്ങൾ എന്താ ചെയ്തത്? യു ഹാവ് അപ്ലൈഡ് ദി ടെക്നിക്. യു ഹാവ് അപ്ലൈഡ് ദി ടെക്നിക്. എന്താ ടെക്നിക്? എന്താണ്? അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും ഞാൻ പറയുന്നു. ടെക്നിക് സിമ്പിൾ ആണ്. ഓരോ നമ്പറിന്റെയും ഹാഫ് എടുക്കുക. 2ന്റെ പകുതി 1, 8ന്റെ പകുതി 4, 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3, അവസാനം ഒരു 0 എഴുതി ചേർത്തു. എത്ര സിമ്പിളാ നോക്കൂ. ഇതാണ് ആൻസർ. എല്ലാവരും ആൻസർ കറക്റ്റ് ആട്ടോ. എവ്രി വൺസ് ആൻസർ ഇസ് റൈറ്റ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഈസി ആണോ? ഈസി ആണോ? ഓ വെരി ഗുഡ്. 2 തംസപ്പ് കാണിക്കുന്നുണ്ട് ബത്തുൽ മോൾ. ഓക്കെ, ഐറിൻ ഈസി ആണോ? തംസപ്പ് കാണിച്ചാൽ മതി ഐറിൻ മോൻ കേട്ടോ. ഞാൻ കാണുന്നുണ്ട്, സാർ കാണുന്നുണ്ട്. ഓ വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും കുറെ എന്റെ ഫ്രണ്ട്സിനെ കാണുന്നുണ്ട് കേട്ടോ. ഏഞ്ചൽ മീറിനെ കാണുന്നുണ്ട്, ഹിറാഷിനെ കാണുന്നുണ്ട്, ശ്രീഷനെ കാണുന്നുണ്ട്, ലിയനെ കാണുന്നുണ്ട്, സാൻഡ്രനെ കാണുന്നുണ്ട്, ജോയനെ കാണുന്നുണ്ട്, വൈഗനെ കാണുന്നുണ്ട്, ദീപുനെ കാണുന്നുണ്ട്. എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഒന്ന് ചാറ്റ് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ട്രിക്ക് പഠിച്ചാലോ? ഇത് ഈസി അല്ലേ? ഇത്ര ഈസി വേണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ഒരു ടെസ്റ്റ് എടുക്കാം. റെഡിയാണോ? ടെസ്റ്റ് റെഡിയാണോ? ഓക്കെ, എന്നാ പെന്നും പേപ്പർ എടുത്തോളൂ. യാ, ലെറ്റ് us start. ഓക്കെ ഓക്കെ, ഇനി ആരും ചാറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ പറയുന്നവരെ, സാർ പറയുന്നവരെ ചാറ്റിൽ ടൈപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ബുക്കിൽ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ആൻസർ എഴുതുക. ഓക്കെ, യെസ്, ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണു. എല്ലാവരും ബുക്കും പെന്നും എടുക്കുക, ഇരിക്കുക. എന്റെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 24 into 5. ആൻസർ ടൈപ്പ് ചെയ്യണ്ട കേട്ടോ, ബുക്കിൽ എഴുതിയാൽ മതി. 24 into 5. സെക്കൻഡ് ക്വസ്റ്റ്യൻ 86 into 5. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 684 into 5. 684 into 5. നാലാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ സാരില്ല, ഇത് കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ലൈനിലുണ്ട്, അതുകൊണ്ടാണ് എടുക്കുന്നത്. 2468 into 5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 8864 into 5. അയ്യോ, ഇതൊക്കെ എങ്ങനെയാ ചെയ്യാലേ? യു ഹാവ് ദ ടെക്നിക്സ്, ഡോണ്ട് വറി. അത് നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്റെ ഈശോയെ, എന്തോ ക്വസ്റ്റ്യനാ എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. യു ക്യാൻ ഡു ദിസ്. 6864 2846 into 5. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ കിട്ടിയ ആൾക്കാർ ഫസ്റ്റ് യെസ് എന്ന് ടൈപ്പ് ചെയ്യണേ. ആൻസർ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസർ യെസ് എന്ന് ടൈപ്പ് ചെയ്യണം. എനിക്ക് അറിയാൻ വേണ്ടി എത്ര സമയം നിങ്ങൾ എടുത്തു എന്ന് അറിയാൻ വേണ്ടിട്ടാ. ഓ, ഹിരൺ ടൈപ്പ് ചെയ്തല്ലോ. വെരി ഗുഡ്. യു ടുക്ക് 3 seconds. ലിയ ടൈപ്പ് ചെയ്തു. യു ടുക്ക് 5 seconds. ഓക്കെ, നന്ദന 7 seconds. ഞാനുള്ളേ ഹവാസ് 10 seconds. ഹവാസ്, വെരി ഗുഡ് വെരി ഗുഡ്. ജിയോ 14 seconds. വെരി ഗുഡ് ജിയോ. ജിഷ 16 seconds. വെരി ഗുഡ്. നസിൽ 18 seconds. ഇസ്ര റോസ് 22 seconds. ഓക്കെ ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. എനിക്കറിയാം യെസ് ടൈപ്പ് ചെയ്യാൻ കുറെ സമയം എടുക്കും, പക്ഷെ നിങ്ങൾക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നോ?
Was it easy? Okay. അങ്ങനെയാണ് നമുക്ക് ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വിൽ ക്രോസ് ചെക്ക് ദി ആൻസേഴ്സ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാമേ. ഓക്കെ, എഴുതിയ ആൾക്കാർ ഒന്ന് ടിക്ക് ഇടണം കേട്ടോ. നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ടിക്ക് ഇടണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 24 into 5 is 120. ഓക്കെ, 86 into 5 is 430. ടിക്ക് ഇട്ടോ, ശരിയാണെങ്കിൽ ടിക്ക് ഇട്ടോളൂ കേട്ടോ. 684 into 5 is 3420. 2468 into 5 is 12340. 8864 into 5 is 44320. And the last is 68642846 into 5 is 3432142330. എല്ലാ ആൻസറും ശരിയാണെങ്കിൽ യെസ് ടൈപ്പ് ചെയ്തേ. ഓൾ കറക്റ്റ് എന്നോ യെസ് എന്നോ ടൈപ്പ് ചെയ്തേ. അഷ്നക്ക് ഫുള്ള് ശരിയാണ് അല്ലേ? വെരി ഗുഡ് അഷ്ന, വെരി ഗുഡ്. ഷിലനക്ക് ഫുള്ള് കറക്റ്റ് ആണ്. ഹിരണ് ഫുള്ള് കറക്റ്റ് ആണ്. വെരി ഗുഡ്. നിമിഷക്ക് കറക്റ്റ് ആണ്. വെരി ഗുഡ് നിമിഷ. ശിവാനന്ദ യെസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ശിവ. നസ്രിനി യെസ് ആണ്. റിജോയ്സിന് കിട്ടിയോ? ഓ വെരി ഗുഡ്. തംസം ഇട്ടു. നീ എന്താ ടൈപ്പ് ചെയ്യാത്ത റിജോയ്സേ? നീ ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്കൊരു എനർജി കിട്ടാ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി. ദിസ് ബാച്ച് ഇസ് റിയലി റിയലി ഗുഡ്. നിങ്ങളൊക്കെ ഉഷാറാണ് കേട്ടോ, നല്ല കുട്ടികളാണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ചെറിയ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് ചെറിയ ചെറിയ നമ്പേഴ്സ്. വലിയ ക്ലാസ്സിലെത്തുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. എങ്കിലും എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടെക്നിക്ക് പഠിച്ചാലോ? മതിയോ? ക്ലാസ് നിർത്തിയാൽ നമുക്ക് അടുത്ത ടെക്നിക്ക് പഠിക്കണോ? ഓക്കെ, രണ്ടാമത്തെ ടെക്നിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിർത്തേണ്ടതാണല്ലേ? ഓക്കെ, ശരി. ട്രിക്ക് 2. നോ, സെക്കൻഡ് ട്രിക്ക് പ്ലീസ്. ഓക്കെ, പ്രാർത്ഥന പറഞ്ഞാൽ സാർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി രണ്ടാമത്തെ ട്രിക്ക് 2 ആണേ. ഫിറാഷ് മോനെ റെഡി അല്ലേ? ജോന റെഡി ആണല്ലോ അല്ലേ? യു ആർ വിത്ത് മീ അല്ലേ? ഓക്കെ ഓക്കെ. ശ്രീഷ എല്ലാവരും ഞാൻ കാണുന്നുണ്ട്, കുറച്ച് കുട്ടികളെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ട്രിക്കാണ്. ഒരു ബുക്ക് എടുക്കുക, പെൻ എടുക്കുക, അതിൽ ശ്രദ്ധിക്കുക കേട്ടോ. സാർ പറയുന്ന സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കണേ പ്ലീസ്. ഇത് പെട്ടെന്ന് ആൻസേഴ്സ് പറയരുത്. ആദ്യം ആൻസേഴ്സ് പറയാൻ ശ്രമിക്കരുത്. ആദ്യം ട്രിക്ക് മനസ്സിലാക്കുക, അതിന് ശേഷം ആൻസേഴ്സ് ചെയ്യുക കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. നിങ്ങളെ വിലപ്പെട്ട സമയം ഇവിടെ സ്പെൻഡ് ചെയ്യല്ലേ. അപ്പൊ ഒരു മിനിറ്റ് പോലും ഡിസ്ട്രാക്റ്റഡ് ആയി പോരുത്. ഓക്കെ, സോ ദ ട്രിക്ക് 2 is മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 11. സാർ എങ്ങനെയാ 11 കൊണ്ട് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ചെയ്തേ? ആ പെട്ടെന്ന് ചെയ്യാൻ ഐ ഹാവ് എ ട്രിക്ക്. ആ ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോണേ. പറഞ്ഞുതരണോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ മാത്സ്? ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, ഇതാണ് ട്രിക്ക് കേട്ടോ. എല്ലാവരും ഇനി ആരും ചാറ്റ് ചെയ്യണ്ട കേട്ടോ. ആരും ചാറ്റ് ചെയ്യണ്ട. നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കൂ കേട്ടോ. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കണേ പ്ലീസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. 23 into 11 എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ആദ്യം 2നെയും 3നെയും സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് 2 and 3. നമ്മൾ കൊറോണ വന്ന സമയത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞില്ലേ? രണ്ടാളെയും മാറ്റി നിർത്തിയ പോലെ നമ്മൾ 2നെയും 3നെയും അങ്ങോട്ട് മാറ്റി നിർത്തും. ഇതേപോലെ നമ്മൾ മാറ്റി നിർത്തും 2നെയും 3നെയും. അപ്പൊ ഫസ്റ്റ് നമ്പർ 2 വന്ന്, അവസാന നമ്പർ 3 വന്നു. നടുക്കത്തെ നമ്പർ എന്താ? 2 + 3 ആണ് നടുക്കത്തെ നമ്പർ. ഒന്നുകൂടി പറയാമേ സാർ, ഒന്നുകൂടി പറയാം കേട്ടോ. 23-ൽ നിങ്ങൾ 2നെയും 3നെയും നിങ്ങൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലേക്ക് മാറ്റി വെക്കും ഇതേപോലെ. എന്നിട്ട് നടുക്കത്തെ നമ്പർ എന്താ? 2 + 3 ആണ് നടുക്കത്തെ നമ്പർ. എന്താ 2 + 3? 5 അല്ലേ? സോ ദ ആൻസർ ഇസ് 253. ഓക്കെ, ഈസി ആണോ? ഈസി ആണോ? വെരി ഗുഡ് ശ്രീഷ, വെരി ഗുഡ് ഹർഷ. കറക്റ്റ് ആണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, എന്താ ചെയ്തത്? 2നെയും 3നെയും നമ്മൾ 2നെയും 3 നമ്മൾ ഒരുമിച്ച് വെച്ചു. അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഒരു സെക്കൻഡ് മക്കളൊന്ന് ഹോൾഡ് ചെയ്യണേ, ഒരൊറ്റ സെക്കൻഡ്. സാർ ഇപ്പോൾ വരാട്ടെ.
ഹലോ ഫ്രണ്ട്സ്, ഐ എം ബാക്ക് ടോ. നമ്മളെ ഓഫീസിൽ ഒരു ഗസ്റ്റ് വന്നു, അപ്പൊ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. ഓക്കെ, സോറി കേട്ടോ, ചെറിയ ബ്രേക്ക് എടുത്തതിന്. സോ ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് നോ ഇടാമോ പ്ലീസ്? ആർക്കെങ്കിലും മനസ്സിലായിട്ടുള്ള ഒരു നോ ഇടാമോ? ഒരാൾക്ക് പോലും മനസ്സിലായിട്ടില്ലെങ്കിൽ സാർ ഒന്നുകൂടി പറഞ്ഞു, എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു. ഡിയോണിന് മനസ്സിലായിട്ടില്ല, ഡിയോണിന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി, നല്ല ക്ലാസ് ആണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മൾ ചെയ്തത് എന്താണ്? 23 ആണെങ്കിൽ 2നെയും 3നെയും നമ്മൾ രണ്ട് ഭാഗത്തേക്ക് മാറ്റി വെച്ചു. നടുക്കുള്ള നമ്പർ എന്താണ്? 2 + 3. ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. സോ ആൻസർ എന്തായിട്ട് മാറി? എന്തായിട്ട് മാറി? സോ ദ ആൻസർ ബിക്കേം 2, 5, 3. ഓക്കെ, ആദ്യത്തെ നമ്പർ 2, അവസാനത്തെ നമ്പർ 3. നടുക്കത്തെ എന്താണ്? 2നെയും 3നെയും നമ്മൾ ആഡ് ചെയ്തു. സോ ദ ആൻസർ ഇസ് 2, 5, 3. ഈസി അല്ലേ? ഈസി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. 3 ഡിജിറ്റ് അല്ല, നിങ്ങൾ യു ഗിവ് മി 100 ഡിജിറ്റ്സ് എനിക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ആദ്യം ഓരോ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുക, ഒരുപാട് കുട്ടികൾ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആണ് പോകുന്നത് കേട്ടോ. ഒരേ പേസിൽ നമുക്ക് പോവാം. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തത്. ഓക്കെ, റെഡി ആയിക്കോളെ. ആൻസർ അറിയുന്നവർ ടൈപ്പ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായ ആൾക്കാർക്ക് ടൈപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3, 4, 7. 34 into 11. 34 into 11. So how do you do this? Oh, very good. ഷിലാന ടൈപ്പ് ചെയ്തു, പ്രാർത്ഥന ടൈപ്പ് ചെയ്തു. 374. ആർഷ ടൈപ്പ് ചെയ്തു, അമയ ടൈപ്പ് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. ലെന ടൈപ്പ് ചെയ്തു. ഇനി അറിയാത്ത കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണേ സാർ, ശ്രദ്ധിക്കണേ, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കണേ. 34 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 3നെയും 4നെയും സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 3 + 4 എടുത്തു. അപ്പൊ ആൻസർ എന്താ? 3 + 4 is 7. ഓ, വെരി ഗുഡ്. എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഡിയോൺ മനസ്സിലായോ? ഡിയോണിന് മനസ്സിലായോ? സോ ദ ആൻസർ ഇസ് 374. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓസം, ഓസം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സെർച്ച് ചെയ്തൊക്കെ സ്മോൾ നമ്പേഴ്സ് കേട്ടോ. 3ഉം 4 ഒക്കെ സ്മോൾ നമ്പേഴ്സ് അല്ലേ? സ്മോൾ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇങ്ങനെ സ്മോൾ കുറച്ച് വലിയ നമ്പേഴ്സ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇതാണെങ്കിലോ നമ്പർ 6, 8. ആരും ആൻസർ ടൈപ്പ് ചെയ്യരുത്. ഇതിന് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി പ്രൊസീജിയർ. എന്താ ചെയ്യണ്ടേ? ഇതും സെയിം തന്നെയാണ്. നമ്മൾ 6ഉം സാർ എന്റെ മെസ്സേജ് വായിക്കുന്നില്ലല്ലോ. എല്ലാവരും മെസ്സേജും വായിക്കുന്നുണ്ട് കേട്ടോ കുട്ടാ. നിങ്ങൾ എന്താ പറയുക, എനിക്ക് എല്ലാ മെസ്സേജും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഫസ്റ്റ് വരുന്ന മെസ്സേജ് മാത്രം വായിക്കുന്നത്. എല്ലാവരും മെസ്സേജ് ഞാൻ വായിക്കുന്നുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ്. നിങ്ങളെ മെസ്സേജ് വായിച്ചില്ലെങ്കിലും നിങ്ങൾ ഇടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് അക്നോളജ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ ട്രിക്ക് പഠിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ആരും വിഷമം വിചാരിക്കല്ലേ. ഓക്കെ, നാളെ ക്ലാസ് ഉണ്ടോന്നാണോ? ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് 68 into 11 ആണ്. 68ന്റെ പ്രശ്നം എന്താ? 6 + 8 14 വരും, 2 ഡിജിറ്റ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ളതാണ് ഇപ്പൊ പറയാൻ വേണ്ടി പോണേ. ഓക്കെ, കുറെ ആൾക്കാർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ആൻസേഴ്സ് ചാറ്റിലേക്ക് നോക്കണ്ട, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ മതി. ഓക്കെ, എന്താ നമ്മൾ ചെയ്യുക? 6നെയും 8നെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. നടുക്കത്തെ നമ്പർ എന്താ? 6 + 8 ആണ്. അപ്പൊ എന്ത് വരും? അതിൽ 2 ഡിജിറ്റ്സ് വരും. 14 എന്ന് പറഞ്ഞ നമ്പർ വരും. നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് 8 ഇങ്ങോട്ട് ഇറക്കി എഴുതാം. 8 ഇറക്കി എഴുതാം. 14ലെ 4 ഇറക്കി എഴുതാം. ഓക്കെ, 4 നമ്മൾ താഴേക്ക് എഴുതി. 1 നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ നമ്മൾ 6 + 1 ആക്കും. കണ്ടോ? ഈ 14ലെ 1 എടുത്ത് നമ്മൾ 6നോട് ചേർത്തു. അപ്പൊ ആൻസർ എന്താ വരിക? നമ്മൾ ഒരുപാട് ഫ്രണ്ട്സുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻസർ എന്താണ്? 748 ആണ് ആൻസർ. ഓക്കെ, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. 68 ആണ് നമ്പർ എങ്കിൽ നമ്മൾ ആദ്യം 6നെയും 8നെയും നമ്മൾ രണ്ട് ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നു. നടുക്കത്തെ നമ്പർ എന്താണ്? 6 + 8 ആണ്. സോ ദ ആൻസർ ഇസ് 14. പക്ഷെ 68 into 11 എന്തല്ല? 6148 അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും 3 ഡിജിറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8 നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി. ഈ 8 നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി. കാണുന്നുണ്ടോ? ഈ 8 നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി. 14ലെ 4 നമ്മൾ ഇങ്ങോട്ട് താഴോട്ടേക്ക് എഴുതി. ഈ 1 നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. അത് ഇങ്ങോട്ട് ആഡ് ചെയ്തു. ആൻസർ എന്ത് വരും? 748. ദ ആൻസർ ഇസ് 748. ഓ, പറയാലോ. ഒന്നുകൂടി പറയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നല്ല, ഞാൻ 3 തവണ പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഒരുപാട് കണ്ടന്റ് പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഉള്ള കണ്ടന്റ് നന്നായി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഇന്ന് ഡെമോ ആയതുകൊണ്ട് അത്രേ തരുന്നുള്ളൂ. ഡോണ്ട് വറി. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: 68 into 11. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 6നെയും 8നെയും നമ്മൾ രണ്ട് ഭാഗത്തേക്ക് മാറ്റി വെച്ചു. 6ന് ഒരു സൈഡ്, 8ന് ഒരു സൈഡ്. നടുക്ക് എന്താണ്? 6 + 8 ആണ്. സോ 6 + 8 എന്താണ് വരുന്നത്? ആൻസർ 14 ആണ് ആൻസർ വരുന്നത്. 6, 14, 8. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 8നെ നമ്മൾ കൂടെ താഴേക്ക് എടുത്തെഴുതുക. 8നെ താഴേക്ക് എഴുതുക. ഈ 4നെ നമുക്ക് താഴേക്ക് എഴുതാം. 4നെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. ഈ 1, 6 + 1 എന്ത് ചെയ്യുക?
ഈ 6 + 1 നമ്മൾ എഴുതുമ്പോൾ എന്ത് ആൻസർ വരും? 1 ക്യാരി ഫോർവേഡ് ചെയ്ത് 6 ആഡ് ചെയ്യുമ്പോൾ ആൻസർ 748 വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഞാൻ സാർ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു വേർഡ് ഫയലിൽ ഞാൻ ഫ്രഷ് ആയിട്ട് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമുക്ക് 97 എടുക്കാം അല്ലെ, 97 എടുക്കാം. 97 ഫോർ എക്സാമ്പിൾ. സാറിന്റെ സ്ക്രീനിൽ കാണുന്നുണ്ടോ? 97 കാണുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു. അത് ഇപ്പൊ മനസ്സിലായി അല്ലേ? സിമ്പിൾ ആണ്, ശരിക്കും ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവാം. നമ്മളെ പ്രേമ സിനിമയിൽ പറയണില്ലേ, സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ് ജാവ എന്ന് പറയുന്ന പോലെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ് നമ്മൾ വേദിക് മാത്തമാറ്റിക്സ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ആഡ് ചെയ്യാം. സോ 97 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 9 എടുക്കും, കുറെ സ്ഥലം വിടും, 9 + 7 എഴുതും, കുറച്ച് സ്പീഡ് കഴിഞ്ഞിട്ട് നമ്മൾ സ്പേസ് കഴിഞ്ഞ് 7 ഇടും. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 9 അങ്ങനത്തെ നമ്മൾ എഴുതും. 9 + 7 16 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 16 ഇവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ 7 എടുത്ത് എഴുതി, സെയിം സാധനം ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് നമ്മൾ 7 ഈ 7 നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. കാരണം എന്താണ്? അതിലൊരു മാറ്റവും വരാനില്ല. ലാസ്റ്റ് നമ്പർ എപ്പോഴും സെയിം ആയിരിക്കും. ഈ 6 നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഈ 6 ഞാൻ സാർ ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഈ 1 ഞാൻ 9ന്റെ കൂടെ ആഡ് ചെയ്തു. ഈ 1ഉം ഈ 9ഉം ഞാൻ ആഡ് ചെയ്ത് ആൻസർ എന്ത് എഴുതി? എന്റെ ഫ്രണ്ടിൽ ഞാൻ എഴുതി 10. സോ ദ ആൻസർ ഇസ് 1067. ക്ലിയർ ആണോ? യാ, മാത്സ് ഇസ് വെരി ഈസി. മനസ്സിലാക്കി പഠിച്ചാൽ മാത്സിലും നല്ല വിഷയമില്ല. വലിയ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടീച്ചേഴ്സ് പറയും മാത്സ് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് 100% മാർക്സ് കിട്ടുമെന്ന് പറയും. അതിന്റെ കാരണം ഇതാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇതിന്റെ ഇത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, യെസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണു. സ്റ്റാർട്ട് ചെയ്യാട്ടോ. ഇതിന്റെ ആൻസർ നോക്കാം. 97 × 11. ഇപ്പൊ സാർ പറഞ്ഞ സെയിം സ്റ്റെപ്പ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. 9ഉം 7ഉം രണ്ട് ഭാഗത്തേക്ക് മാറ്റി എഴുതും. 9 + 7 16 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിലെ 1 ക്യാരി ഫോർവേഡ് ചെയ്ത് 9 + 1 10 ആക്കും. സോ ദ ആൻസർ ഇസ് 1067. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എന്ന് യെസ് ടൈപ്പ് ചെയ്യാമോ? ഈസി ആണെങ്കിൽ ഈസി എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ശരി, ശരി, ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 ഡിജിറ്റ് ആണെങ്കിലോ? എനിക്ക് 3 ഡിജിറ്റ് പഠിപ്പിക്കണം എന്ന് താല്പര്യമുണ്ട്. പക്ഷേ അതിന് സമയമെടുക്കും. നമ്മളെ സെഷൻ മാക്സിമം പോകുന്നത് 45 മിനിറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. പക്ഷേ ഞാൻ ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ്. അതുപോലെ തന്നെ എനിക്ക് മൂന്നാമത്തെ ട്രിക്ക് കൂടി പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇറ്റ് ഇസ് ബേസിക്കലി മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് കുറഞ്ഞ മുമ്പ് നമുക്ക് സർപ്രൈസ് ടെസ്റ്റ് എടുത്താലോ? 11 വെച്ചുള്ള സർപ്രൈസ് ടെസ്റ്റ് എടുത്താലോ? റെഡിയാണോ? 2 ഡിജിറ്റിന്റെ 11 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, 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 എല്ലാവരും റെഡിയാന്ന് പറയുന്നുണ്ടല്ലോ. അത്ര കോൺഫിഡൻസ് ഉണ്ടോ? ടെസ്റ്റ് ചെയ്യാലോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോന്നല്ലേ? ശരി, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഇനി ആരും ചാറ്റ് ചെയ്യണ്ട കേട്ടോ. ആരും ചാറ്റ് ചെയ്യരുതേ. ഒരു ബുക്ക് എടുക്കുക, പെൻ എടുക്കുക, അതിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13 × 11. ഇവിടെ ചാറ്റ് ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾ ബുക്കിൽ എഴുതിയാൽ മതി. 13 × 11, 24 × 11. ഓൾറെഡി നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നോട് പറയണ്ട. 72 × 11, 86 × 11. ആരും ടൈപ്പ് ചെയ്യണ്ട കേട്ടോ. ബുക്കിൽ എഴുതിയാൽ മതി. 84 × 11, 99 × 11. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈപ്പ് ആൻസർ കിട്ടിയ ആൾക്കാർക്ക് യെസ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ടൈം കാണാം കേട്ടോ. യെസ് ടൈപ്പ് ചെയ്യുന്ന സമയം കാണാം. ആൻസർ, ഓ വെരി ഗുഡ്, ആൻസേഴ്സ് വന്നു തുടങ്ങിയല്ലോ. യെസ്, ഗസൽ ഫസ്റ്റ് അടിച്ചു. ഗസൽ വെരി ഗുഡ്, സൂപ്പർ. ശ്രീഷ ടൈപ്പ് ചെയ്തു, നിമിഷ ടൈപ്പ് ചെയ്തു. യെസ്, ലുക്ക് നിങ്ങൾക്ക് സമയം കാണുന്നില്ലേ? 12 സെക്കൻഡ്, 13. അനിരുദ്ധ് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഓക്കെ, ഡിയോൺ ടൈപ്പ് ചെയ്തു. ഷിലാന ടൈപ്പ് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബത്തുൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജിയോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അമൃത ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ആർഷ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും യെസ് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, എല്ലാവരും കിട്ടിയോന്നുള്ളത്. കറക്റ്റ് ആണല്ലേ? ശിവാനന്ദ, വെരി ഗുഡ്. 30 seconds to അര മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അര മിനിറ്റ് കൊണ്ട് യു സോൾവ് ഓൾ ദീസ് പ്രോബ്ലംസ്. ഓക്കെ, ഓക്കെ, നിങ്ങളൊക്കെ ജീനിയസ് ആണല്ലോ. ഇതെങ്ങനെ പറ്റി? This is because you learned the technique. You understood how to work with maths. Okay, very good. Everyone, ഒരു മിനിറ്റിനുള്ള എല്ലാവരും ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐ എം റിയലി റിയലി പ്രൗഡ് ഓഫ് യു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കിട്ടിയ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. ഒന്നുകൂടി ചെക്ക് ചെയ്യണേ കിട്ടിയ ആൻസേഴ്സ് ശരിയാണോ എന്നുള്ളത്. സോ ബാക്ക് ടു ബുക്ക്. ആൻസർ സാർ പറയാൻ പോവാണ്, നിങ്ങൾ നോക്കൂ കേട്ടോ. 13 × 11 is 143. ശരിയാണ്, ടിക്ക് ഇടൂ നിങ്ങളുടെ ബുക്കിൽ. 24 × 11 is 264. 72 × 11 is 792. 86 × 11 is 946. 84 × 11 is 924. 99 × 11 is 1089. എല്ലാം ശരിയുള്ള ആൾക്കാരൊന്ന് ഫുൾ കറക്റ്റ് ടൈപ്പ് ചെയ്തേ. എല്ലാം കറക്റ്റ് ആണെങ്കിൽ
ഓ വെരി ഗുഡ്. പ്രസീത ടൈപ്പ് ചെയ്തു, എല്ലാം കറക്റ്റ് ആണ്. നന്ദനക്ക്, ശിലനക്ക് കറക്റ്റ് ആണ് ഫുള്ള്. സോംശങ്കർ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, കുറെ ആൾക്കാരെ പേര് കാണുന്നില്ല കേട്ടോ, അതാ പേര് വിളിക്കാതെ കേട്ടോ. ഹരിചന്ദ്രനൊക്കെ ഫുള്ള് കറക്റ്റ് ആണ്. വെരി ഗുഡ്. എത്ര സമയം എടുത്തു? ലെസ് ദാൻ 30 seconds. ദാറ്റ് ഇസ് ദ പവർ ഓഫ് വേദിക് മാത്തമാറ്റിക്സ്. ഇനി 11 വെച്ചുള്ള ഒരു യു ഗീവ് മീ ഒരു 5 ഡിജിറ്റ് നമ്പർ പറഞ്ഞേ. ഏതൊരാള് 5 ഡിജിറ്റ് നമ്പർ, ഏത് ഡിജിറ്റാലും കുഴപ്പമില്ല, ഏത് ഡിജിറ്റാലും കുഴപ്പമില്ല. ഗിവ് മീ 5 ഡിജിറ്റ് നമ്പർ. ഓക്കെ, 555 വേണ്ട, അത് ഈസി അല്ലേ എനിക്ക് നിങ്ങൾക്ക്. ഓക്കെ, 45576. ഇതിനോട് 11 മൾട്ടിപ്ലൈ ചെയ്തുള്ള ആൻസർ ഞാൻ പറയാൻ പോവാണേ. ഞാൻ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്നിട്ടില്ല, ഞാൻ പറയാണ്, പക്ഷേ ദിസ് ഇസ് പോസിബിൾ എന്ന് പറയാൻ വേണ്ടി മാത്രമാട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ തൽക്കാലം എടുത്തിട്ടുള്ള നമ്പർ ഇതാണ് 45576. അതിന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ബുക്കിലേക്ക് നോക്കാം. ഞാൻ ബുക്ക് വെച്ചിരിക്കാനുണ്ട് കേട്ടോ. ബുക്ക് വെച്ച് എഴുതാൻ പോവാണ്, ഞാൻ ആൻസർ എഴുതാൻ പോകുന്നു. So the answer is 501336. ഇതിന്റെ ആൻസർ ഇതാണ്. ഇതിന്റെ ആൻസർ ഓക്കെ. അതായത് വേദിക് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ചെയ്യാൻ, ഇഫ് യു നോ ദി സ്റ്റെപ്സ് ഇറ്റ് ഈസി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 2 ഡിജിറ്റ് മാത്രമല്ല, ലോകത്തുള്ള ഏത് നമ്പർ വന്നാലും യു ക്യാൻ ആൻസർ ഇറ്റ്. ഓക്കെ, സോ എല്ലാവർക്കും കറക്റ്റ് ആണ് ആൻസേഴ്സ് എന്ന് മനസ്സിലായല്ലേ? വേദിക് മാത്സിന്റെ പവർ മനസ്സിലായല്ലോ അല്ലേ? എനിക്ക് ഒരു ടെക്നിക് കൂടി പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, ട്രിക്ക് 3. പക്ഷേ വി ഡോണ്ട് ഹാവ് ടൈം. ഫോർ എക്സാമ്പിൾ, ഇതേപോലെ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ, 99ന്റെ മൾട്ടിപ്ലിക്കേഷൻ, 99 into 97, ഇതൊക്കെ നമുക്ക് 3 സ്റ്റെപ്സിൽ ചെയ്യാം. 1 2 3 സ്റ്റെപ്സിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ പഠിപ്പിക്കണം എന്ന് സാറിന് താല്പര്യം ഉണ്ടായിരുന്നു, ബട്ട് സമയം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ടാണ്. ഐ എം വെരി സോറി. പക്ഷെ നമുക്ക് റെഗുലർ ക്ലാസ്സിന്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം പഠിപ്പിച്ചിരുന്നുണ്ടാവും കേട്ടോ. ഞാനെല്ലാം ടീച്ചേഴ്സ് എല്ലാം ക്ലാസ് പഠിപ്പിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇതേപോലെ എല്ലാ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചു തരും. ഇന്ന് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ചു കാര്യം നല്ല ക്യൂട്ടായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. നാളെ ക്ലാസ് ഇല്ല, ഡെമോസ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കൽ ഡെമോ അറ്റൻഡ് ചെയ്താൽ പിന്നെ ഡെമോ അറ്റൻഡ് ചെയ്യേണ്ട, റെഗുലർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാണ് വേണ്ടത്. അതിനെ കുറിച്ചിട്ട് എല്ലാ ക്ലാസ് സാർ പറയും കേട്ടോ. ഓക്കെ, എന്തിനാണ് ഇത് പഠിക്കുന്നത്? വൺ സ്റ്റഫ്, മെജോറിറ്റി കുറെ കുട്ടികൾക്ക് മാത്സിനെ പേടിയാണ്. മാത്സിനെ പേടിച്ച് പഠിക്കേണ്ട ഒരു വിഷയമല്ല, മാത്സിനെ സ്നേഹിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. 2, നിങ്ങൾ അക്കാഡമിക് പെർഫോമൻസ്, സാർ നേരത്തെ അൻവർ സാർ പറഞ്ഞു, മാത്സ് അറിയുന്നവർക്ക് എല്ലാം ബാക്കി എല്ലാ വിഷയങ്ങളും കൂടെ വരുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്, അതൊരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് മനസ്സിൽ കണക്കൂട്ടാനുള്ള കഴിവ് കിട്ടും. വി കോൾ ദിസ് വിഷ്വലൈസിങ് സ്കിൽസ്. പിന്നെ സ്പീഡ് ആൻഡ് ആക്യുറസി. ഓക്കെ, ക്ലാസ്സിൽ നിങ്ങളായിരിക്കും നമ്പർ 1. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ ആൻസർ പറയും, വിച്ച് മേക്സ് യു നമ്പർ 1. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് വേദിക് മാത്സ് ഇസ് എൻ അസെറ്റ്, ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾ എല്ലാവരും എന്റെ ക്ലാസ്സിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അല്ലെങ്കിൽ വേറെ ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊക്കെ കൂടെ, എനിക്കും കുറച്ച് നേരം കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഐ ഹാൻഡ് ഓവർ ദിസ് റൂം ടു അൻവർ സർ. അതിന് മുമ്പേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒരു യെസ് ഇടുകയാണെങ്കിൽ ഐ വിൽ ബി റിയലി ഹാപ്പി. ഓക്കെ, താങ്ക്സ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഷിലന, താങ്ക് യു ആർഷ. ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ക്ലാസ്? ഓ, ഡിയോൺ കുറെ തംസപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. താങ്ക് യു ഡിയോൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. എന്താണെങ്കിലും വളരെ വളരെ സന്തോഷം ഈ ഒരു സെഷൻ ഇത്രയും ലൈവായിട്ട് ചെയ്തതിന്. സാറിന് വേണമെങ്കിൽ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു സ്ക്രീനും നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യായിരുന്നു. താങ്ക് യു. അപ്പം